നമ്മളിൽ പലരും ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി മടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെങ്കിൽ അതിന്റെ ഒരു ഉപയോഗത്തെ പറ്റിയോ അല്ലെങ്കിൽ അത് എപ്പോഴാണ് നമുക്ക് നമ്മളെ സഹായിക്കുന്നത് എന്നതിനെ പറ്റി ആരും ചിന്തിക്കാറില്ല. കാരണം അത് ചെറിയൊരു എമൗണ്ട് അടയ്ക്കണം. അത് ചിലപ്പം മന്ത്ലി അടയ്ക്കുന്ന ആൾക്കാരുണ്ടാവും, വർഷം അടയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതിന്റെ ഉപയോഗത്തെ പറ്റി പലരും ചിന്തിക്കാറില്ല. ഡി നീ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ? ഉം. ഏത് കമ്പനിയാണ് എടുത്തിരിക്കുന്നത്? നാവി. നമ്മൾ എങ്ങനെ എടുത്തത്? ഓൺലൈൻ ആപ്പ് വഴി നാവിയുടെ ആപ്പ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വഴി നമ്മൾ നമുക്ക് വേണ്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടേ. എൻ്റെ ഇൻഷുറൻസിൽ എനിക്ക് ക്യാഷ്ലെസ് ഡിസ്ചാർജാണ്. റൂം റെന്റിന് ലിമിറ്റ് ഇല്ല. ഏത് റൂം വേണമെങ്കിലും എടുക്കാം. ഇപ്പോ എന്താ പറയാ, അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഉള്ള റൂംസ് ആണെന്നുണ്ടെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മൂന്നാമത്തെ വർഷം. ജൂൺ ആകുമ്പോൾ എനിക്ക് 3 വർഷമാവും ഞാൻ ആ ഇൻഷുറൻസ് എടുത്തിട്ട്. ഈ 3 വർഷത്തിൽ 2 തവണ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിലാണ് ഞാൻ അഡ്മിറ്റ് ആയത്. പ്രീമിയം റൂം തന്നെ ആയിരുന്നു നമ്മൾ എടുത്തിരുന്നത്. വിത്ത് എ സിയും കാര്യങ്ങളും ഉള്ള പ്രീമിയം റൂമാ. അല്ല, ആദ്യത്തേത് നോർമൽ ആണ്. പക്ഷെ നമുക്ക് ആദ്യം ഈ പറഞ്ഞ എ സിയുടെ എലിജിബിലിറ്റി ഉണ്ടോ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ആയത് കാരണം ഈ നാവി എന്നുള്ള ഇൻഷുറൻസ് അത്ര ആൾക്കാർക്ക് ഫെമിലിയർ അല്ലാത്ത കാരണം അത് പൈസ കിട്ടുവോ എന്നുള്ളൊരു സംശയം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെ നമ്മൾ എടുത്തിരുന്നത്. വാർഡൊന്നും അല്ല, റൂം തന്നെ എടുത്തിരുന്നത്. എ സി ഒക്കെ ഉള്ള റൂം തന്നെ. പക്ഷെ അത്ര പ്രീമിയം ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് നമുക്ക് അറൌണ്ട് ഒരു 30 രൂപ സംതിങ് ബില്ല് വന്നിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ബൈസ്റ്റാൻഡറിന്റെ ഫുഡ് ഉൾപ്പെടെ. അത് എടുത്തോണ്ടൊരു കാര്യമാണ്. കാരണം ഞാനാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കഴിച്ചു. എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാണ്, ഈ പറഞ്ഞ ജോലിയൊക്കെയാണ്, ലീവൊക്കെ എടുത്തിരിക്കുവാണ്, ശമ്പളമൊക്കെ എന്തായാലും പോവാണ്. പിന്നെ അത്യാവശ്യം ഇരിക്കാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കാതെ അത്യാവശ്യം നല്ലപോലെ ഞാൻ ഫുഡ് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. ലൂർദിലാണെങ്കിൽ അവരുടെ തന്നെ ക്യാൻറ്റീനാണ്. നമുക്ക് വന്ന് ചോദിക്കും. എനിക്ക് ഡയറ്റ് ഫുഡായിരുന്നു. ബൈസ്റ്റാൻഡറിന് നമുക്ക് എന്ത് വേണേലും ഓർഡർ ചെയ്യാം. അങ്ങനെ ആയിരുന്നു വരുന്നത്. അപ്പൊ അവരുടെ ടൈം ആകുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ഫുഡ് റൂമിൽ തന്നെ കൊണ്ടുതരും. അപ്പൊ ആദ്യം നമുക്ക് പൈസ പിടിക്കും എന്നുള്ള ഇതിൽ തന്നെയാണ് ഫുഡ് കഴിച്ചതെങ്കിലും അത്യാവശ്യം ലാവിഷായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എത്ര നമ്മൾ ആദ്യം അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഒരു 3000 റുപ്പീസ് എന്തോ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അത് ആദ്യം കയറുന്ന സമയത്ത് നമ്മളാണെങ്കിൽ ഈ പറഞ്ഞ പൈസ കിട്ടുന്ന ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആദ്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്കൊരു പൈസ തിരിച്ച് റീഫണ്ട് കിട്ടുമോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ പേയ്മെന്റ് ചെയ്തു. ലാസ്റ്റ് ക്യാഷ്ലെസ് ഡിസ്ചാർജ് ആയതുകൊണ്ട് തന്നെ ഈ 30,000 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല. അത് ഡയറക്റ്റ് അവർ തന്നെ ഹോസ്പിറ്റലും നാവിയും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പേയ്മെന്റ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ആയി ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം പേ ചെയ്ത 3000 രൂപ അവരിപ്പോ എമൗണ്ട് നമ്മൾ അടയ്ക്കുമ്പോൾ തന്നെ ഒരു ബില്ല് തരും. അത് സൂക്ഷിച്ചു വെക്കണമെന്ന് പറയും. അത് 3 ദിവസം കഴിയുമ്പോൾ ആ ബില്ല് കൊണ്ട് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അടച്ച 3000 രൂപയും അവർ തിരിച്ചു തരും. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ എനിക്കൊന്ന് പേയ്മെന്റ് ബാങ്കിൽ മീൻസ് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു നാവി. അതുകൊണ്ടായിരിക്കാം ഞാൻ നാവി ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല, നമ്മളെടുത്തൊരു ഇൻഷുറൻസിനെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കല്യാണ സമയമൊക്കെയാണ്, നല്ല ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് അല്ലേ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞൊരു 30,000 രൂപ സമയത്ത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് കോംപ്രമൈസ് ചെയ്യാണ്ട് വരുമായിരുന്നു. അപ്പൊ എന്നിട്ട് നമ്മൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ 30,000 രൂപയും സേവ് ചെയ്യാൻ പറ്റി. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോഴത്തേക്കും നമുക്കൊരു എനിക്ക് തോന്നുന്നൊരു ഡിസ്ചാർജിന്റെ ദിവസം നമ്മൾ അധികം വെയിറ്റ് പോലും ചെയ്യിച്ചില്ല. അന്നത്തെ ദിവസത്തെ ഉച്ചത്തെ ഫുഡ് നമ്മൾ കഴിച്ച് അന്ന് ഉച്ചക്കത്തെ രാവിലെ തന്നെ ഡിസ്ചാർജിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും വരെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് വരെ നമ്മൾ കഴിച്ച് ലാസ്റ്റ് നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് പേഷ്യന്റിനുള്ള മരുന്നുകളും എല്ലാം തന്നിട്ട് അതും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയത്. അതെ. പക്ഷെ എന്നിട്ട് നമ്മൾ ഓർത്തു ആ സമയത്ത് ഈ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ കുറെ ആൾക്കാർക്കൊക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ വർഷം എന്റെ കൊണ്ടാട്ടയാണെങ്കിൽ വർഷാവർഷം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുക എന്നുള്ളത് ഒരു ശീലമായതുകൊണ്ട് പിറ്റേ വർഷം എനിക്കൊന്ന് കോവിഡിന്റെ ഒരു ഇതായിട്ട് തീരെ വയ്യാണ്ട് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ സെയിം ലൂർദിൽ തന്നെ പോയി. അവിടെ പോയിട്ട് നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആയി. അപ്പൊ ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ഡൗട്ട് ഉള്ള കാരണം നമ്മൾ ഈ അവിടെ വിളിച്ചു ചോദിച്ചു നാവിയിൽ. അവർക്ക് കേരളത്തിലെ സപ്പോർട്ട് കുറവാണ് മലയാളീസിന്റെ, അവർക്ക് കൂടുതലും ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അപ്പം ലാംഗ്വേജ് ബാരിയർ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് സംസാരിക്കാൻ അത്യാവശ്യം മാനേജ് ചെയ്യാൻ പറ്റുന്നവർക്ക് ആ പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നേരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തെ അവർ പറഞ്ഞു കുഴപ്പമില്ല, എ സി റൂം ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ എ സി റൂം തന്നെ എടുത്തു. നമ്മൾ നമ്മൾ എടുത്തത്. അപ്പൊ അതിന് അത്യാവശ്യം എന്തായാലും കോസ്റ്റ് ഉണ്ടാകും.
നമ്മൾ ഇപ്രാവശ്യം ഒരു 5 ദിവസമാണ് അഡ്മിറ്റ് ആയത്. 5 ദിവസവും അത്യാവശ്യം നല്ലപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഫുഡ് കയറും എന്നുള്ളൊരു അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എനിക്ക് തന്നെ. ഡയറ്റ് ഫുഡ് അല്ലായിരുന്നു. ഡയറ്റ് ഫുഡ് ആദ്യത്തെ 1-2 ദിവസം അതെ. ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എന്നെ ഏകദേശം ഓക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് കുഴപ്പമില്ല, ഏതാണെങ്കിൽ കഴിച്ചോളൂ എന്ന് അവര് പറഞ്ഞപ്പോ നമ്മള് രണ്ടുപേരും നല്ലപോലെ കഴിച്ചു. ലാവിഷായിട്ട് എന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനെ 30 സംതിങ് തന്നെയാണ് ബില്ല് ആയത് ഈ 5 ദിവസം 30 എല്ലാം. അല്ല 40,000 അടുത്ത് എത്ര ഞാൻ ആയിട്ടുണ്ട്. എക്സാക്ട് എമൗണ്ട് ഓർക്കുന്നില്ല. അപ്പൊ ആ എമൗണ്ട് തന്നെ ഇപ്രാവശ്യം നമുക്കായി. പക്ഷെ നമുക്ക് ആ ഒരു ആയെങ്കിൽ തന്നെ നമുക്ക് ലാവിഷായിട്ട് അവിടുന്ന് ഇറങ്ങാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ₹1 പോലും കയ്യിൽ ചെലവായില്ല. ആദ്യത്തെ 3000 രൂപ മേടിച്ചു. പക്ഷെ ഇപ്രാവശ്യം വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് വൈകുന്നേരം തന്നെ ആ 3000 രൂപ നമുക്ക് തിരിച്ച് തിരിച്ചു കിട്ടി. കിട്ടി. അപ്പൊ നമുക്ക് ആകെപ്പാടെ ഒരു മാസം ചെലവാകുന്നത് എത്രയാ? ഒരു 300, എനിക്ക് എല്ലാം കൂടി ഒരു മാസം ഞാനൊരു 1 CR കണ്ട് പ്രീമിയം എടുത്തിരിക്കുന്നത്. അപ്പം അത് ഇപ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്തതാണ്. അപ്പൊ ഞാൻ 2 പ്രീമിയം ആയിട്ടാണ് പോകുന്നത്. ഒരു ബേസ് പ്ലാനും അത് കഴിഞ്ഞിട്ട് കൂടാതെ ഒരു അപ്ഗ്രേഡഡ് പ്ലാനും ഉണ്ട്. അപ്പം നീയും അതുകൊണ്ട് തന്നെ എടുത്തിരിക്കുന്നത് 2 പ്ലാൻ. അതായത് എനിക്ക് ഒരു 5 5 lakhs ലക്ഷത്തിന്റെ പ്ലസ് ഒരു 50 പ്ലാനും lakh. പിന്നെ ഒരു 50 അതെ. ലക്ഷത്തിന്റെ അപ്പൊ പ്ലാനും. നമുക്കിപ്പോ 3 വർഷമായി എല്ലാ ബെനിഫിറ്റുകളും ആഡ് ആയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഏത് ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കിപ്പം ആഡ് ആയിട്ടുണ്ട്. കാരണം ഒരു 3 വർഷം നോർമലി ഉള്ള എല്ലാ ഇൻഷുറൻസ് പ്ലാനിനെ പോലെ ഒരു വെയിറ്റും പിടി ഇതിനുണ്ട്. അപ്പൊ നമ്മൾ ആ 3 വർഷം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ 3 വർഷം ആയിട്ടുണ്ട്. അപ്പൊ ഇൻക്ലൂഡിങ് മെറ്റേണിറ്റി ആണ്. മെറ്റേണിറ്റിക്ക് ഒരു ചെറിയ എമൗണ്ട് വ്യത്യാസം വരും. അപ്പൊ ഇൻക്ലൂഡിങ് മെറ്റേണിറ്റി ഉൾപ്പെടെ ആഡ് ആയിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ മെറ്റേണിറ്റി ഒക്കെ ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ച് ചോദിക്കുക, ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ഇതാണ്, അതിൽ മെറ്റേണിറ്റി ആഡ് ഓൺ ആണോ അല്ലയോ. കാരണം ഞങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഒരു ഇടയ്ക്ക് രണ്ടാമത്തെ പോളിസി എടുക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പോളിസി ഡോക്യുമെന്റ് നോക്കുന്ന സമയത്ത് അതിൽ മെറ്റേണിറ്റി ആഡഡ് അല്ല. പക്ഷെ നമ്മൾ ആദ്യം സംസാരിച്ച സമയത്ത് അവർ മെറ്റേണിറ്റി ഉണ്ടെന്നും പറഞ്ഞായിരുന്നു. അപ്പൊ അവര് അപ്പൊ തന്നെ നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ചു, മെറ്റേണിറ്റി ഇതിൽ ആഡായിട്ട് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ എന്തോ സിസ്റ്റം എറർ ആണ്, നിങ്ങൾക്ക് എന്തായാലും മെറ്റേണിറ്റി ആഡഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അങ്ങനെ വിശ്വാസം, ഇപ്പൊ വെർബലി പറയുന്നത് എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവര് പ്രൂഫായിട്ട് മെയിൽ കമ്മ്യൂണിക്കേഷൻ തന്നു. നിങ്ങളുടെ ഇപ്പം 5 ലാഖിന്റെ ആണ് എൻ്റെ ഈ 3 വർഷം ഇപ്പൊ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ആ ഒരു പോളിസിയിൽ മെറ്റേണിറ്റി കവറേജ് ആഡ് ഓൺ ആയിരിക്കും, സിസ്റ്റം എന്തോ എറർ കൊണ്ടാണ് നിങ്ങൾക്ക് ആപ്പിൽ അത് കാണിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അവർ പ്രൂഫായിട്ട് ഒഫീഷ്യലി നമുക്ക് മെയിൽ അയച്ചു തന്നിട്ടുണ്ടായി. അതെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ഇപ്രാവശ്യം പറഞ്ഞൊരു 30 to 40 ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ അത്രയും എമൗണ്ട് നമുക്ക് കയ്യിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ച് ചിലപ്പം അവരുടെ ഒരു മാസത്തെ ശമ്പളമാണ്, അല്ലെങ്കിൽ അവർ ഒരു മാസത്തെ ചിലപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ അവർ കടം മേടിക്കേണ്ടതായിട്ട് വരും. ഇതൊരു ചെറിയ ട്രീറ്റ്മെന്റ് ആയപ്പോൾ അത്യാവശ്യം വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ സർജറി വേണ്ടി വരുന്ന ഒരു സമയത്ത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും. ഈവൻ ഇപ്പം എന്റെ വീട്ടിൽ തന്നെ ഫാദറിന് ക്യാൻസർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഈ ട്രീറ്റ്മെന്റിന്റെ ഈ പറഞ്ഞ കോസ്റ്റുകൾ നമുക്ക് അത്രത്തോളം നമുക്ക് മാനേജബിൾ ആകും. അല്ലെങ്കിൽ അതിപ്പം നമ്മൾ ആ സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഡിപ്പെൻഡ് ചെയ്തത്. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ഒരിക്കലും നമ്മൾ മോശം പറയുന്നില്ല. എന്നാൽ പോലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് നമ്മൾ ആ സമയത്ത് ഡിപ്പെൻഡ് ചെയ്തത്. അത് വ്യത്യാസം വരുന്നത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം പപ്പായുടെ കേസിൽ നമ്മള് മെഡിക്കൽ കോളേജിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ബൈസ്റ്റാൻഡർ നന്നായിട്ട് കഷ്ടപ്പെടണം. അവിടെ ഉറപ്പായിട്ടും. നിന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും ബൈസ്റ്റാൻഡറിന്റെ അവസ്ഥ അവിടെ എന്താന്ന്. കാരണം പാതിരാത്രിയിൽ വരെ നമ്മളെ ഇപ്പം ബ്ലഡ് അത് ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് തൊട്ടടുത്തല്ല അവിടെ മെഡിക്കൽ സ്റ്റോർ വരുന്നത്. എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ നടക്കണം. അതെ. ചില സമയത്ത് മരുന്ന് കിട്ടാതെ നമ്മൾ മെഡിക്കൽ കോളേജിന് വെളിയിൽ വന്നിട്ട് മരുന്ന് മേടിക്കേണ്ട അവസരം. അപ്പൊ അങ്ങനെ ഓടണം. അതേ സമയത്ത് ഇപ്പൊ ഞാൻ ഈ 2 തവണ അഡ്മിറ്റ് ആയ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ അവിടെ ഒന്നും ചെയ്യണ്ട. ബൈസ്റ്റാൻഡറിന് ഒരു കട്ടിലുണ്ട്, നമ്മുടെ റൂമിൽ തന്നെ അത് ടി എന്നെ വി ഉണ്ട്. ഉദ്ദേശിച്ചത്, എന്നെ ഉദ്ദേശിച്ചത്. ഒന്നും ചെയ്യണ്ട, അവിടെ ഇരിക്കുക, ടി വി കാണുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത് തന്നെ. നമ്മുടെ മരുന്ന് എല്ലാം തന്നെ ആ ടൈമില് നമുക്കിപ്പോ വെളുപ്പിനൊക്കെ വന്നിട്ട് ട്രിപ്പ് ഇടുന്നുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ കറക്റ്റ് നഴ്സുമാര് റൂമിൽ വരും, നമ്മൾ ട്രിപ്പ് ഇടും, നമുക്ക് മരുന്ന് എടുത്തു തരും. ഫുഡ് കഴിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വന്നിട്ട് മരുന്ന് എടുത്ത് നമ്മുടെ ടേബിളിൽ വെച്ചിട്ട് പറയും ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഇത് കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തരും. ഈവൻ നമുക്ക് മറ്റേ സിറപ്പൊക്കെ, ഇപ്പൊ കഫ് സിറപ്പൊക്കെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് അളവിൽ അവരത് അവിടെ എടുത്തു വെക്കും. ബൈസ്റ്റാൻഡറിന് അവിടെ ഒരു ജോലിയില്ല. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓടേണ്ടി വരില്ല. ഗവൺമെന്റിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ നല്ലതാ, പക്ഷെ ബൈസ്റ്റാൻഡറിന് അവിടെ അല്ല, നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട്. മരുന്നെല്ലാം പുറത്തുനിന്നാണ്. ഒരു മരുന്ന് പോലും ഉള്ളിൽ നിന്ന് എടുക്കത്തില്ല. ഈവൻ ഒരു ചെറിയൊരു
മെഡിസിൻ ആണെങ്കിൽ പോലും ഇപ്പം അവിടുത്തെ ഹെൽത്ത് കാർഡ് ഉള്ളവർക്കാണെങ്കിൽ അത് അതിനുവേണ്ടി കുറെ നടക്കണം. ഇപ്പൊ ഉപ്പ് മേടിക്കാനും അങ്ങനെ കുറെ ആവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കേണ്ടതായിട്ട് വരും. പക്ഷെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് നമ്മൾ ഒന്നും അറിയണ്ട. പക്ഷെ അവിടെ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നമ്മൾ ബ്ലഡും കൊണ്ട് പോയി അടുത്തൊരു സ്ഥലത്ത് പോകണം. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അവിടുന്ന് പോയി ആ ബ്ലഡ് ടെസ്റ്റ് 5 മണിയാകും പിന്നെ എഴുന്നേറ്റ് ആ റിസൾട്ട് മേടിക്കണം. അപ്പൊ അടുത്ത ബ്ലഡിന് കൊടുക്കാനുണ്ടാവും. പിന്നെ അതിനിടയ്ക്ക് ഈ പറഞ്ഞ മെഡിസിൻസ് മേടിക്കാൻ പോകണം. ചിലപ്പോൾ അത് ഇൻസൈഡ് കാണത്തില്ല, നമ്മൾ പുറത്ത് പോകണം. അപ്പൊ ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകേണ്ടി വരും. ഫുഡിന് അത്യാവശ്യം എക്സ്പെൻസ് ആകും. അവിടെ ഈ പറഞ്ഞ കണക്ക് തന്നെ ഡിവൈഎഫ്ഐയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സംഘടനകളുടെ ഫുഡൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ കൂടുതലും നമ്മൾ പുറത്തുനിന്നായിരിക്കും നമ്മളെ ഫുഡിനെ ആശ്രയിക്കുന്നത്. ആരും ഒന്നും നമ്മുടെ കയ്യിൽ കൊണ്ടു തരില്ല. അതിന് വേണ്ടി നമ്മൾ ഇറങ്ങണം. അതാണ് അവിടെ വ്യത്യാസം വരുന്നത്. ഇവിടെ പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഇൻഷുറൻസ് കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ഇൻഷുറൻസ്. നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന എത്ര ദിവസമാണ് അത്രയും ദിവസത്തെ പേയ്മെന്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് എമൗണ്ട് ആയിട്ട് കിട്ടും. അത് ഞങ്ങൾ എടുത്തെങ്കിൽ സ്റ്റാറിന്റെ ആണ്. പേയ്മെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എന്റെ കൂടെ ബൈസ്റ്റാൻഡറും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾക്ക് ലീവ് ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും മന്ത്ലി 2 ലീവാണ്. എല്ലാവരും അതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആളുകളായിരിക്കില്ല. പെട്ടെന്ന് ഒരു 4-5 ദിവസം അഡ്മിറ്റ് ആവേണ്ട കേസാണെന്നുണ്ടെങ്കിൽ 2 പേരുടെയും ലോസ് ഓഫ് പേ എന്തായാലും വരും. ഇപ്പോ ESI പോലുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും LOP വരും. ആ സമയത്ത് നമുക്ക് ശമ്പളവും ഇല്ല, ഹോസ്പിറ്റലിലെ ബില്ലും അടയ്ക്കണം എന്നുള്ളൊരു കേസ് വരുമ്പോൾ ഇതെന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം 2 പേർക്കും ആ ദിവസത്തെ സാലറി പോലെ ഇത്ര രൂപ വെച്ചിട്ടായിരിക്കും അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മൾ അടയ്ക്കുന്ന എത്ര എമൗണ്ട് ആണോ അതിനനുസരിച്ച് നമുക്ക് ആ ദിവസത്തെ പൈസ നമുക്ക് 2 പേർക്കും ഉള്ളത് നമുക്ക് കിട്ടും. അപ്പൊ നമ്മുടെ സാലറി എന്നുള്ള രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനകത്ത് 2 പേരും കിട്ടില്ല കേട്ടോ. അതിനകത്ത് ആരാണ് അഡ്മിറ്റ് ആവുന്ന അവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3000 റുപ്പീസിന്റെ ഒരു പ്ലാൻ എടുത്തിരിക്കുന്നത് പെർ ഡേ ആണോ? പെർ ഡേ 3000 രൂപ കിട്ടും. അതായത് ഒരു ദിവസം 3000 രൂപ. എനിക്ക് അറൗണ്ട് ചിലവായിരിക്കും 2600 രൂപയും കണ്ടാൽ ഒരു വർഷത്തേക്ക് ചിലവായിരിക്കും. അപ്പം 5 ദിവസം അഡ്മിറ്റ് ആവുകയാണെങ്കിൽ 4 ദിവസം 3000 രൂപ വെച്ച് കിട്ടും. ഒരു വർഷം 30 ദിവസം വരെ അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ പറഞ്ഞ ദിവസങ്ങളിലെ ശമ്പളവും പോകില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്കിന് ഞാൻ 3000 ആണോ 5000 കറക്റ്റ് ഓർക്കുന്നില്ല ആ ഒരു എമൗണ്ട് എടുത്തിരിക്കുന്നത്. 3000 പ്ലസ് എടുത്തിരിക്കുന്നത്. അപ്പൊ 2500 3000 അത്രയും കണ്ടേ ഒരു വർഷം വരുന്നുള്ളൂ അതിനു വേണ്ടി. അപ്പം നമ്മൾ ഈ പറഞ്ഞ ചായ കുടിച്ചാണല്ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ചുമ്മാ പുറത്തു പോകുന്ന കറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ സ്പെൻഡ് ചെയ്യുന്ന കാശുകളാണ് ഇതൊക്കെ. നമുക്ക് അത്ര എമൗണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരാണ്ടിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ നമുക്ക് പോയി അഡ്മിറ്റ് ആവാം. ഇതിന്റെ ഒരു ഗുണമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ ഈ ഒരു ഇൻഷുറൻസ് തന്നെ ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെങ്കിൽ ഒരു ബെറ്റർ നിങ്ങൾക്ക് ഇപ്പൊ പോളിസ് ബസാറിലൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് ഇൻഷുറൻസ് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരു ഇൻഷുറൻസ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ഗ്രൂപ്പിനെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതല്ല. നാവി നമ്മൾ എടുത്തു, നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിന്റെ ഓണേഴ്സ് സ്റ്റാർട്ട് സംഭവമാണ്. പക്ഷെ നാവി എടുത്ത വേറെ പലർക്കും ചിലപ്പോൾ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെയിറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് നമ്മളൊരു പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ആ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവരുടെ കസ്റ്റമർ സപ്പോർട്ടിൽ വിളിച്ച് ചോദിക്കുക. നമ്മുടെ കയ്യിലൊരു പ്രൂഫ് വേണം, ഇന്ന കാര്യങ്ങൾ അവർ തരാം എന്ന്, അല്ലാതെ ഈ പോളിസിയിൽ ഉണ്ടാവും എന്നുള്ളത് ഡോക്യുമെന്റ് ഉണ്ടാവും. പോളിസി ഡോക്യുമെന്റ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് നോക്കുക. എല്ലാത്തിന്റെ വെയിറ്റിംഗ് പീരീഡ് നോക്കുക, ക്യാഷ്ലെസ് ഡിസ്ചാർജ് ആണോ എന്ന് നോക്കുക, റൂം റെന്റ് നോക്കുക. പിന്നെ അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. ഒരു പോളിസിയുടെ എന്തൊക്കെ ഓരോരുത്തരുടെ റിവ്യൂ ഒക്കെ നോക്കാം. അതെ, പിന്നെ ഒരു കാര്യം, നാവി എന്നുള്ളത് ഒരു ഫിനാൻസിന്റെ ഒരു ആപ്പാണ്. സ്വാഭാവികമായിട്ടും ലോണിന്റെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എനിക്ക് അങ്ങനെ എൻക്വയറീസും വരാറില്ല. അതിനെ സംബന്ധിച്ച് പല ആപ്പുകളിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. ഇവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ വന്നിട്ടില്ല. നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കലൊന്നും ഇല്ല. ആകപ്പാടെ നമുക്ക് വാട്സാപ്പിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. പ്രീമിയം പേയ്ഡിന്റെ പേയ്മെന്റ് 2 ദിവസം മുമ്പോട്ടെങ്കിൽ അല്ലെങ്കിൽ 3 ദിവസം മുമ്പോട്ടെ ഇങ്ങനെ പേയ്മെന്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഞങ്ങൾ ഓട്ടോ പേ ആണ് ചെയ്യുന്നത്. ഞങ്ങൾ മന്ത്ലി എന്ന ലെവലിലാണ് കട്ടായി പോകുന്നത്. എനിക്ക് അറൗണ്ട് 700 എനിക്ക് 900 രൂപ കണ്ടു. 800 സംതിങ് ആണ് ഈ പറഞ്ഞ എമൗണ്ട്. അപ്പൊ നമുക്കൊരു സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് പലർക്കും ഈ പറഞ്ഞ ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള സംഭവത്തിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആ ഫണ്ട് വേണമെങ്കിൽ എടുത്ത് ഈ ഒരു ഇൻഷുറൻസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം നമുക്ക് ഒരു സേഫ് ആയിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ ഇൻഷുറൻസ് എടുക്കുന്നതിനകത്ത് ഒരു പ്രയോറിറ്റി കൊടുക്കുക. കാരണം നമ്മൾ പിന്നെ കിടന്ന് കഷ്ടപ്പെട്ട പല അവസ്ഥ അറിയാൻ പറ്റും. നമ്മൾ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പലപ്പോഴും ബാക്കി ആൾക്കാരുടെ അടുത്തൊക്കെ പൈസ ഒതുക്കേണ്ട ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ചെലവ് കൂടുന്നേ ഉള്ളൂ, വരുമാനം അതുകൊണ്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എല്ലാവരും എടുക്കാൻ നോക്കുക. ഞങ്ങൾക്ക് 2 പ്രാവശ്യം നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ആവശ്യം വന്ന സമയത്തും ഇൻഷുറൻസ് കൊണ്ട് നഷ്ടം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പറഞ്ഞ ഇൻഷുറൻസിനകത്തിലൊന്ന് ഫോക്കസ് ചെയ്യുക. ഇൻഷുറൻസ് മാക്സിമം എടുക്കാൻ നോക്കുക. ഓക്കെ.